ഇപ്പൊ ഞാൻ പറയാൻ പോകുന്നത് ഇത് തവിടുള്ള അരിയാണ്. ഇത് തവിടില്ലാത്ത അരി. അപ്പം നമ്മൾ മനസ്സിലാക്കണം എന്നതില് യഥാർത്ഥത്തിൽ ഇതിന് തവിടുള്ളതാണ്. ഈ തവിട് അവിടെ പോയി എന്നുള്ളതാണ്. ഈ തവിട് ഓൾറെഡി പ്രോസസ് ചെയ്ത സമയത്ത് ഇത് മാറ്റിയിട്ട് ഈ തവിട് കൊണ്ടുള്ള ഫുഡ് പ്രോഡക്റ്റിന് വേണ്ടിയുള്ള പാക്ക്ഡ് ഫുഡ് പ്രോഡക്റ്റിന് വേണ്ടിയുള്ള കാര്യങ്ങൾക്ക് തവിട് പോകും. ഇത് വില കുറവാണ്. ഇതിന് വില കൂടുതലുമാണ്. ഇത് ശരീരത്തിന് ദോഷമാണ്, ഇത് ശരീരത്തിന് നല്ലതാണ്. ഇത് വിഷമാണ്, ഇത് നല്ലതാണ്. അപ്പൊ ഇതുകൊണ്ടാണ് വൈറ്റ് റൈസ് പോയിസൺ എന്ന് പറയുന്നത്. ഒരു പോയിസണിൽ പെടുന്നതാണ് വൈറ്റ് റൈസ്. അപ്പൊ ഇത് കഴിച്ചു കഴിഞ്ഞാൽ ഫൈബർ ഇല്ല, നമുക്ക് ഫൈബറിന്റെ ഗുണം നമുക്ക് കിട്ടത്തില്ല. അപ്പം നമ്മൾ രോഗിയായി നമ്മൾ പുറകോട്ട് പോയിക്കൊണ്ടിരിക്കും നമ്മുടെ ലൈഫ്. ഞാനിതൊരു അവയർനെസ്സിന് വേണ്ടി പറയുക. നിങ്ങളിപ്പോൾ ഒരു റെസ്റ്റോറൻറ്റിൽ ചെന്നു, നിങ്ങൾക്ക് ഈ റൈസ് കിട്ടത്തില്ല. നിങ്ങളൊരു ഇഡ്ഡലി കഴിച്ചു, ഈ റൈസ് കൊണ്ടുള്ള ഇഡ്ഡലി അല്ല നിങ്ങൾക്ക് കിട്ടുന്നത്. ഇതിന് ബ്രൗണിഷ് കളറായിരിക്കും ഇഡ്ഡലിക്ക്, ഇത് വൈറ്റ് കളറിലിരിക്കും. കഴിക്കാം എന്നുള്ളതല്ലാതെ ഇത് സ്ഥിരമായിട്ട് കഴിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മൾ രോഗിയാവും. അങ്ങനെയാണ് ഇത്രയും രോഗങ്ങൾ പടർന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതിനെക്കുറിച്ച് വളരെ കുറച്ച് ആൾക്കാർ ചിന്തിക്കത്തുള്ളൂ, ഇത് മാറ്റത്തുള്ളൂ, ഇതിൽ ഇതിലേക്ക് മാറുകയുള്ളൂ. കാരണം അതിനുള്ള അവബോധം നമ്മൾ തന്നെ ഡെവലപ്പ് ചെയ്യണം. അപ്പം ഞാൻ ഇതിങ്ങനെ പറയാൻ കാരണം, നമ്മളുടെ ഈ ശരീരം, നമ്മളുടെ ഈഗോ ഉള്ള സമയത്ത് ഇത് നമ്മളുടെ ആണ് എന്ന് തോന്നും. പക്ഷെ യഥാർത്ഥത്തില് നമ്മളൊരു റെന്റിനെടുത്ത പോലെ, നമ്മുടെ സ്വന്തമല്ല. ഇപ്പൊ നമ്മളൊരു കാറ് നമ്മൾ റെന്റിനെടുക്കുക. റെന്റിനെടുത്ത കാറ് നമുക്ക് മോഡിഫൈ ചെയ്യാനോ പെയിന്റ് അടിക്കാനോ പറ്റത്തില്ല. അത് തിരിച്ചു കൊടുക്കണം. അതുപോലെ തന്നെ അത് നമ്മൾ നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടി എടുത്തിരിക്കുക. എന്നിട്ട് ഒരു ടൈം പീരീഡ് കഴിയുമ്പോഴത്തേക്കും നമ്മൾ എന്ത് ചെയ്യും? തിരിച്ചു കൊടുക്കും. അതാണ് അതിന്റെ സംഭവം. അതിന് വേണ്ടി റെന്റിന് എടുത്ത പോലെ എന്ന് പറഞ്ഞതുപോലെ ഈ ബോഡി നമ്മള് ഒരു റെന്റിനെടുത്ത പോലെയാണ്. കുറച്ച് നാളത്തേക്ക് നമ്മൾ ഇതിനകത്ത് ജീവിക്കുക. അതിനുശേഷം നമ്മൾ ഈ ബോഡി ഇവിടെ ഉപേക്ഷിച്ചിട്ട് പോവുക. അപ്പൊ നമ്മള് എങ്ങോട്ട് പോകുന്നു, എവിടുന്ന് വന്നു എന്നുള്ളതല്ല ഞാനിപ്പോ പറയുന്നത്. അതെനിക്ക് അറിയാനും മേല. ഞാൻ ജീവിച്ചിരിക്കുന്നതുകൊണ്ട് ഞാൻ ഇനി മരിച്ചു കഴിഞ്ഞാൽ എങ്ങോട്ടാ പോകുന്നത് എനിക്ക് പറയാൻ ഒക്കത്തില്ല. ഞാൻ പറയുന്ന കാര്യങ്ങൾ മുഴുവൻ എന്റെ അനുഭവത്തിലുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ പറയത്തുള്ളൂ. മറ്റുള്ള കുറിച്ച് ഞാൻ മൈൻഡ് പോലും ചെയ്യുന്നില്ല. അതിനെക്കുറിച്ച് ഞാൻ ബോധേഡല്ല. കാര്യം ഞാനൊരു കാര്യം പറയുമ്പോൾ എന്റെ അനുഭവം പറഞ്ഞാൽ മതിയല്ലോ, അല്ലാത്ത കാര്യം എനിക്ക് പറയേണ്ട കാര്യമില്ല. അപ്പം നമ്മൾ ഈ ബോഡിക്ക് അത് ജീവിക്കുകയോ ചെയ്യുന്നത്. അപ്പൊ ഈ ബോഡി ഫിറ്റ് അല്ലെന്നുണ്ടെങ്കിൽ ഈ എനർജി ഇതിനകത്ത് നിന്ന് പോകും. അതിനാണ് മരണം എന്ന് പറയും. അപ്പൊ ഫുഡ് ആണ് നമ്മൾ ഈ ബോഡി ബിൽഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പം കറക്റ്റ് ആയിട്ടുള്ള ഫുഡ്, അതാണ് ഇൻപുട്ട്. ആ ഇൻപുട്ട് കറക്റ്റ് ആയില്ലെന്നുണ്ടെങ്കിൽ ഔട്ട്പുട്ട് ശരിയാകത്തില്ല. അപ്പം ഈ ശരീരത്തിനുള്ളിൽ ജീവന് നിൽക്കാൻ മേലാത്ത ഒരു സിറ്റുവേഷൻ വരും. ആ സിറ്റുവേഷൻ നമ്മൾ രോഗിയായി വരുമ്പോഴാണ് വരുന്നത്. ആന്തരിക അവയവങ്ങളൊക്കെ തകരാറിലായി ആ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇതിനകത്ത് ജീവിക്കാൻ ഒക്കത്തില്ല. അപ്പൊ എനർജി വിട്ടുപോകും. എനർജി എങ്ങോട്ട് പോകുന്നു എന്നുള്ളതല്ല ഇവിടെ പ്രശ്നം, പോകും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇപ്പൊ ഒരുപാട് ആൾക്കാരുണ്ട്, സാമ്പത്തികമായിട്ട് അവർ നല്ല വിജയിച്ചിരിക്കുന്നു, അവർക്ക് വരുമാനമുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ ആഹാരത്തെ കുറിച്ച് അവർ ബോധേഡല്ല, ഹെൽത്തിനെ കുറിച്ച് അവർ ബോധേഡല്ല. അവർക്ക് ആ അറിവില്ല. മറ്റെല്ലാ അറിവുകളും ഉണ്ട്. അവർ സക്സസ്ഫുൾ ആയിട്ട് ജീവിക്കുകയും ചെയ്യും. പക്ഷെ അവര് ട്രബിളിലാണ് എന്നാണ് ഞാനിവിടെ പറയുന്നത്. അപ്പൊ നമ്മുടെ ഹെൽത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ജീവിക്കുന്നത് ഈ ശരീരത്തിനുള്ളിലാണ്. ഈ ശരീരത്തെ പുറകോട്ടാക്കിക്കൊണ്ട് നമുക്കൊരു ക്വാളിറ്റി ലൈഫ് പ്രതീക്ഷിക്കുകയേ വേണ്ട. നമ്മൾ ട്രബിളിലാവും. അപ്പം ഓരോ പരസ്യങ്ങളും വരുന്നതും ആ പരസ്യത്തിൽ പറയുന്ന വാചകങ്ങളും ആ പ്രോഡക്റ്റ് സെല് ചെയ്യുന്നതും എല്ലാം അവരുടെ ആവശ്യമാണ്, നമ്മുടെ ആവശ്യമല്ല യഥാർത്ഥത്തിൽ. പക്ഷെ നമ്മളത് നമുക്ക് വേണമെന്ന് അവർ തോന്നിപ്പിക്കും ആ പരസ്യത്തിലൂടെ. അത് അവരുടെ ബിസിനസ്സാണ്. അപ്പൊ നമുക്ക് എന്താണോ വേണ്ടതെന്ന് വ്യക്തമായി നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ നമുക്കൊരു ക്വാളിറ്റി ലൈഫ് കിട്ടത്തുള്ളൂ. അപ്പൊ നമ്മൾ ഓരോ കാര്യങ്ങളും മനസ്സിലാക്കുക, എന്താണ് നമുക്ക് വേണ്ടത് അത് മാത്രം കൊടുക്കുക. കാരണം ഈ ബോഡി നമ്മുടെ അല്ല എന്നുള്ള സത്യം
സത്യം നമ്മൾ മനസ്സിലാക്കണം. പക്ഷെ നമുക്കൊരു ഇല്യൂഷൻ ക്രിയേറ്റ് ചെയ്യും, ഇത് നമ്മുടെയാണെന്ന് തോന്നും. അങ്ങനെ ആ ഒരു തോന്നല് മാത്രമാണ്. അപ്പൊ നിങ്ങൾക്ക് എന്തൊക്കെയാണോ വേണ്ടത്, എന്തൊക്കെയാണോ മോശമായിട്ടുള്ള ഫുഡ് നിങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാം അവോയ്ഡ് ചെയ്യുക. ഇപ്പൊ മദ്യം കഴിക്കുന്നു, മദ്യം നമ്മുടെ ശരീരത്തിന് ആവശ്യമില്ല, ശരിക്കും ഗുണമൊന്നുമില്ല, ദോഷമേ ഉള്ളൂ. അങ്ങനെ ഓരോ കാര്യങ്ങളും നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യുക. നിങ്ങൾക്ക് ഇത്രയും നാള് നമ്മൾ അങ്ങനെ എല്ലാം അങ്ങനെ തെറ്റായ രീതിയിൽ ഉണ്ടെങ്കിലും നമ്മൾ ഈ അറിവ് നേടുന്നതോടുകൂടി നമുക്ക് മാറ്റിയെടുക്കാം. കാര്യം മറ്റ് കാര്യങ്ങളൊന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല. കോൺഷ്യസ് ആയിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് ഇന്നടത്ത് ജനിക്കണമെന്നോ, ഇന്ന സമയത്ത് മരിക്കണമെന്നോ, ഇന്ന കുടുംബത്തിൽ ജനിക്കണമെന്നോ, ഇന്ന നാട്ടിൽ ജനിക്കണമെന്നോ, ഇതൊന്നും നമുക്ക് കൺട്രോളിലുള്ള കാര്യമല്ല. നമ്മുടെ ദഹന പ്രക്രിയ, നമ്മളുടെ എല്ലാ ഫങ്ഷൻസും നമ്മുടെ കൺട്രോളിലല്ല. ഹാർട്ട് ബീറ്റ് ചെയ്യുന്നത്, ഇതൊന്നും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ കോൺഷ്യസ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഇന്ന ഫുഡ് കഴിക്കണം, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് നമ്മൾ ചെയ്യണം. അങ്ങനെ കറക്റ്റായിട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് നല്ലൊരു ഹെൽത്ത് ഉണ്ടാവും. ആ നല്ലൊരു ഹെൽത്ത് ഉണ്ടെങ്കിലേ ഉള്ളൂ നമുക്ക് വെൽത്ത് ഉണ്ടെങ്കിലും അത് എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ ക്വാളിറ്റി ഓഫ് ലൈഫ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ നിങ്ങൾ ഇനി മുതൽ എല്ലാം ശ്രദ്ധിക്കണം, എല്ലാം ശ്രദ്ധിച്ച് വേണം ചെയ്യാനായിട്ട്. പരസ്യങ്ങൾ വരുമ്പോൾ അത് നമ്മൾ മനസ്സിലാക്കണം, നമുക്ക് ഗുണമുള്ളതാണെങ്കിൽ മാത്രം എടുത്താൽ മതി. അപ്പൊ ഫാക്ടറി കയറിയ പ്രോഡക്റ്റുകൾക്ക് എല്ലാം എന്തെങ്കിലുമൊക്കെ അവർ ആഡ് ചെയ്തുകൊണ്ടിരിക്കും, കെമിക്കൽസ്. അല്ലാത്ത ഫുഡ് എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ടുള്ള ഫുഡുകളാണ് നമ്മൾ കഴിക്കേണ്ടത്. അത് നമ്മൾ വളരെ ശ്രദ്ധിക്കണം.